ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏഞ്ചലാസ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു തക്കാളി കറിയാണ്. ഒഴിച്ചു കൂട്ടാനുള്ള കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ട സാധനങ്ങൾ 3 തക്കാളി, 1 സബോള, 2 വെളുത്തുള്ളി അല്ലികൾ, 2 പച്ചമുളക്, 1/4 ഗ്ലാസ് പരിപ്പ്. നമ്മളെടുത്ത പരിപ്പ് കഴുകി വൃത്തിയാക്കി ഒരു ചെറിയ കുക്കറിലാക്കിയിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പരിപ്പുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 1/2 ഗ്ലാസ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇത് നേരത്തെ ഇപ്പോൾ വെള്ളമാക്കിയിട്ടുണ്ട്. ഇതിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ്. നമ്മൾ പരിപ്പ് വെച്ചുള്ള സാധനങ്ങൾ കറി വെക്കുമ്പോൾ ഗ്യാസ് പ്രശ്നമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് അത് പോകാൻ വേണ്ടിയാണ് 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ കുക്കറിലാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. ഇത് ഇനി അടച്ചു വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം. ഒരു വിസിൽ അടിച്ചാൽ മതി. പരിപ്പും തക്കാളിയും സബോളയും നമ്മൾ വേവിക്കാനായിട്ട് കുക്കറിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു വിസിലടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരപ്പിനായിട്ട് നമ്മൾ ആവശ്യത്തിന് തേങ്ങയും ഒരല്പം ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. ജീരകം ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആദ്യമേ ജീരകം ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറമെ തേങ്ങയോടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മുടെ അരപ്പ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് മതി, നമ്മുടെ പാകത്തിനായിട്ടുണ്ട്. കുക്കർ നമ്മുടെ വിസിലടിക്കാറായിട്ടുണ്ട്. ഒരു വിസിലടിച്ച് കഴിഞ്ഞ് അപ്പം തന്നെ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. ഒരു വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫാക്കി ഇനി ഇത് ബാക്കി അതിൻ്റെ അകത്ത് നിന്ന് വെന്തുകൊള്ളും. ഒരു വിസിൽ മതി എല്ലാം വെന്ത് കിട്ടാൻ. പരിപ്പും തക്കാളിയെല്ലാം ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ട് കാണും. ഇപ്പം നമ്മുടെ പരിപ്പും തക്കാളിയും സബോളയും എല്ലാം കൂടെ വേവിച്ചത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് യോജിപ്പിക്കാം. അരപ്പിട്ടതിന് ശേഷം നമുക്കൊന്നുകൂടെ ഇത് ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഉപ്പ് കൂടി ഒന്ന് നോക്കണം. ഇപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവ് പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അല്പം കൂടി ഉപ്പ് ആഡ് ചെയ്യണം. അല്പം ആഡ് ചെയ്താൽ മതി. അത് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇനി തിളച്ച് വന്നു കഴിയുമ്പോൾ ഈ ഉപ്പ് എല്ലായിടത്തും ആയിക്കോളും. കാരണം ഇത് നന്നായിട്ട് ആവി വരാൻ തുടങ്ങി. ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. അതിനായിട്ട് ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വെക്കുക. അത് നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് കടുകിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് വറ്റമുളകും കുഞ്ഞുള്ളിയോടെ ചേർക്കാം. അതിലേക്ക് നമ്മൾ കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. കടുക് താളിച്ചത് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ചാറിലേക്ക് യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ചപ്പാത്തിക്കോ ചോറിനോ ഉപയോഗിക്കാം. തിക്കായിട്ട് ഉള്ള കറി ആയതുകൊണ്ട് ചപ്പാത്തിക്ക് ഇത് നല്ല ടേസ്റ്റിയാണ്. ബൈ, ടേക്ക് കെയർ. പിന്നെ കാണാം.